ഗൈസ്, ഇന്ന് നമുക്കൊരു മിനി വ്ളോഗാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററും പിന്നെ പിള്ളേരും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിന്ന് വിചാരിച്ചു ഇന്ന് പകലെല്ലാം ഒരു ദിവസം ഫുള്ള് വീട്ടിൽ ഇരുന്ന് ചടഞ്ഞിരുന്ന് എത്തിയപ്പോൾ തന്നെ ഒരു വൈകുന്നേരമായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്തുന്ന പിന്നെ ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മുകളിൽ തൃക്കാക്കര പാർക്കുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കളിക്കാനൊക്കെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ സിസ്റ്റർ കേട്ടോ, കൊല്ലത്താണ് കല്യാണം കഴിച്ച് വിട്ടത്. അപ്പോൾ എൻ്റെ വ്ളോഗ്സിലൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ശുഞ്ഞു വാവയാണ്. ഇവളുണ്ടായപ്പോൾ ഇപ്പോൾ 9 മാസം. ഇപ്പോൾ ഇവളുണ്ടായപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരുന്നത്. പിള്ളേരെയും കൊണ്ടൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇപ്രാവശ്യമാണ് അവർ കുഞ്ഞിനെയും കൊണ്ട് വന്നത്. അപ്പം പിന്നെ ഞങ്ങൾ ഓർത്തു ഇനിയിപ്പോൾ ഒരു 1 വീക്ക് ഉണ്ടാവും, എൻ്റെ വീഡിയോസിലൊക്കെ അവരുണ്ടാവും. ഇത് മൂത്ത മോനാണ്, കാശിക്കുട്ടൻ. അപ്പോൾ കാശിമോനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് പിന്നെ പാർക്കിൽ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു പാർക്കിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. കുഞ്ഞിന് ഷൂസൊക്കെ ഇട്ട് വേണം പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്മയൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയി പാർക്കിലൊക്കെ പോയി അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ്. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ഞാൻ ഇറങ്ങിയപ്പോൾ ഇപ്പം നേരെ കുഞ്ഞാറ്റയൊക്കെ ഒരുക്കിക്കൊണ്ട് വരാൻ കുറച്ച് പാട് വിട്ടു. എന്തായാലും നല്ല രസമാണ്. അവിടെ കൂടെ സമയം പോകുന്നേ അറിയത്തില്ല. കളിച്ച് ചിരിച്ചുമൊക്കെ നല്ലൊരു വൈബാണ്. ഇത്രയും നാൾ നമ്മുടെ വീട്ടിലൊന്നും ഒരു അനക്കോ ഒച്ചയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര രസമാണ് ഇപ്പോൾ അവൾ വന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ തൃക്കാക്കര പാർക്കിലോട്ട് പോവാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 6 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് രാത്രിയാവുമോ എന്തോ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് പെതുക്കെയാണ് നടന്ന് പോകുന്നത് ഗൈസ്. അങ്ങനെ അവിടെ എത്തി. അവിടെ കുറേ സാധനങ്ങൾ. ഞങ്ങളാണെങ്കിൽ 1-2 തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ പോയിട്ടേ ഇല്ല. അപ്പോൾ പിള്ളേരൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് എങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മുകളിലിട്ട് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് മുകളിലാണ്. ഒരു 5 മാക്സിമം പോയി ഒരു 10 മിനിറ്റ് അത്രയോ നടപ്പേ ഉള്ളൂ അങ്ങോട്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തേക്കുമായിരുന്നു. പിന്നെ അവിടെ ബാഗിൽ കണ്ടോ ഒരു റോസ് കളറിലെ ആകാശത്ത്, നല്ല കളറല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോയിൽ വ്ളോഗിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇനി പാർക്കിലോട്ട് പോവാണ് ഗൈസ്. പാർക്കിൽ എത്താറായി. ഇനി ഒരു വളവൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൃക്കാക്കര പാർക്കായി. എത്ര പേര് ഇവിടെ എറണാകുളത്ത് ഈ പാർക്കിനെ പറ്റി അറിയാം എനിക്കറിയില്ല. ഞങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്നും വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാനും പിന്നെ അവിടെ കുറേ കുഞ്ഞു പിള്ളേരെയും കൊണ്ടൊക്കെ കുറേ ആൾക്കാർ വരുന്നുള്ളവരെയൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പാർക്ക് പരിചയപ്പെട്ടത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഞാൻ ഈ പാർക്കിനെ പറ്റി ഒരു ചെറിയൊരു മിനി വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ അതുകൊണ്ട് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. കണ്ടോ, ഈ കാണുന്ന ഈ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടില്ലേ, ഇതിൻ്റെ ഈ ബൈക്കാണെന്ന് ഈ ഒരു മരത്തിൻ്റെ താഴെയാണ്. ചെറിയൊരു പാർക്കാണ് കേട്ടോ, പക്ഷേ എപ്പോൾ വന്നാലും അവിടെ ആൾക്കാരുണ്ടാവും. പോകുന്ന വഴിക്ക് കുറേ തട്ടിപ്പത്തൻ്റെയൊക്കെ കുറേ ചെറിയ കച്ചവടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് റേറ്റൊക്കെ ചോദിച്ച് ഞങ്ങൾ നേരെ ഇനി പാർക്കിലോട്ട് കയറുന്നതിന് മുമ്പ് കുഞ്ഞിനാന്നുകൊണ്ട് അത്രയും കണ്ടോ കുഞ്ഞു പിള്ളേർ കിടന്ന് ആടുന്നതൊക്കെ കണ്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് അവന് വയ്യാണ്ടായി. അപ്പോൾ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ചക്ക കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോൾ ഇത്രയും ചക്കയുള്ളൂ, അപ്പം 3 കിലോ എങ്ങാണ്ട് 100 രൂപയ്ക്ക്. എന്നാൽ പിന്നെ ജസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. നാളെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പഴുക്കും എന്നൊക്കെ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങളത് വാങ്ങി. പിന്നെ അതിനടുത്ത് തന്നെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് അവന് കഴിക്കാനും പിന്നെ ജ്യൂസൊക്കെ വാങ്ങി കൊടുത്തു. ഒരു 10 മിനിറ്റ് നടന്നപ്പോഴത്തേക്ക് കാശി വല്ലാണ്ടായി. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി പാർക്കിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് അവിടെ പഴമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പത്തപ്പോൾ നാളെ ഷാർജ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പഴമൊക്കെ വാങ്ങി. പൂവൻ പഴമാണ് ഗൈസ്. പൂവൻ പഴമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി പാർക്കിലേക്ക് പോവാണ്. ഇതാണ് പാർക്കിൻ്റെ അകമാണ് കേട്ടോ. 4 സൈഡും ചെയറൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഊഞ്ഞാലാടാൻ വേണ്ടി ചെറിയ പിള്ളേർക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാശിമ്മനെ ഊഞ്ഞാലെ കയറ്റാൻ വേണ്ടി പോവാണ്. അവന് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഊഞ്ഞാലിരുന്ന് ആടാനൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് പേടിയാതൊക്കെ പറയും. പിന്നെ കുറച്ച് സമയം അവനെ അവിടെ നിന്ന് ആട്ടി ഞങ്ങൾ പിന്നെ അവിടെ കുറേ സമയം ഇരുന്ന് കേട്ടോ. പക്ഷേ കുറച്ച് കൊതുകൊക്കെ ഉണ്ട് കേട്ടോ, കൊതുക് കടിയുണ്ട്. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ മുട്ടയൊക്കെ വാങ്ങിയതൊക്കെ കാശ്മീരെ കൊടുത്തു. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നടക്കാൻ വേണ്ടി ഒക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പ്രായമായവരും പിന്നെ കുഞ്ഞു പിള്ളേരും കുറേ അമ്മമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ
ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നു. പിന്നെ കുഞ്ഞ് കുറേ സമയം എടുത്തപ്പോഴത്തേക്ക് കുഞ്ഞ് കരഞ്ഞപ്പോൾ അവൾ കുറേ സമയം എടുത്തുകൊണ്ടൊക്കെ ആണെന്ന് ഞങ്ങൾ ഇതിന് സമയം പോകുന്നേ അറിയത്തില്ല. കുറേ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രസമല്ലേ. അങ്ങനെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് വിശേഷം ഇതൊക്കെയായിരുന്നു. എന്തായാലും സമയം പോയതേ അറിഞ്ഞില്ല ഗായ്സ്. കുറേ നേരം കാശിമോനെയും കൊണ്ട് അവിടെ ഇവിടെ ഓരോ കാര്യങ്ങളിലൊക്കെ കയറി ഇറങ്ങി നല്ല രസമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അറിയാത്തവർക്കൊക്കെ വേണ്ടി നമ്മുടെ കാക്കനാട് പോകുന്ന വഴിക്ക് തൃക്കാക്കരയിൽ തന്നെയാണ്. തൃക്കാക്കര നമ്മുടെ ആ ഒരു മെയിൻ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു സ്പോട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച്, നടക്കാൻ ഇനി വയ്യാത്തതുകൊണ്ട് നേരെ ഒരു ഓട്ടോ കണ്ടു. അങ്ങനെ ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു മിനി വ്ളോഗായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ വേറെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ കൂടെ എല്ലാവരും സപ്പോർട്ടും പിന്നെ എന്താ പറയുക ലൈക്കും ഷെയറും ഒക്കെ തരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇനിയിപ്പോൾ ഒരു 1 വീക്ക് ഇവർ ഉണ്ടാവും. അപ്പോൾ ഇവരെ കുഞ്ഞാറ്റയുടെയൊക്കെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഓരോരോ വീഡിയോസിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാ വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ, സീ യു.